ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 23ാമത്തെ നോമ്പായില്ലേ, എത്ര പെട്ടെന്ന് നോമ്പ് കഴിയുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ സുബൈക്ക് നീച്ചാ കേട്ടോ. അത്താഴമാണെങ്കിൽ രാത്രി 2 മണിക്ക് കഴിച്ച് കിടന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് നീച്ചിട്ടില്ല കേട്ടോ. എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ അടുക്കളയിൽ കയറുകയാണ്. കാരണം എന്നും എനിക്ക് ഷെംകാക്കാരുടെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കലുണ്ട്, മോളുടെ കാര്യങ്ങളൊക്കെ ഡിലേ ആവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഡിലേ ആവാതെ ഒക്കെ ചെയ്യുകയും വേണം, നേരത്തിനും കാലത്തിനൊന്നും ഡ്യൂട്ടിക്ക് പോകും വേണം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അടുക്കള ക്ലീനാക്കാൻ നിൽക്കുകയാണ്. 2-3 ദിവസമായി ക്ലീനാക്കിയിട്ട് നേരം കിട്ടിയിട്ടില്ല. സൺഡേ ആണെങ്കിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നേരം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മൊത്തം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ആക്കിക്കാണ്ട് മോൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടാ. ഇപ്പുറത്തുനിന്നൊക്കെ ഒരു അപശബ്ദങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ അടുത്ത് ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ എത്ര അതിൻ്റെ സൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാൻ, എനിക്ക് മനസ്സിലല്ലേ പറയാൻ പറ്റുള്ളൂ, പറയണമെന്ന് വിചാരിക്കും, നടക്കുന്നില്ല. കാരണം അവർ വീണ്ടും സൗണ്ട് ഉണ്ടാക്കുക. എൻ്റെ മോളൊക്കെ ഞാൻ കെടുത്തി ഉറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്നോട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മോളുടെ കുറുക്ക് വെച്ചു. ഇന്ന് ഞാൻ കുറുക്കിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. എന്നും ഞാൻ കുറുക്കിൻ്റെ അടുത്തുനിന്ന് മാറുമ്പോൾ കട്ട പിടിക്കാറാ. അങ്ങനെ കട്ട പിടിക്കാണ്ട് ഇളക്കി അത് റെഡിയാക്കിയതിന് ശേഷം ഇന്ന് നമ്മൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. എന്നും ചിക്കനും ബീഫൊക്കെ അല്ലേ, അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ചാൽ കേട്ടോ. ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല. നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറിലെല്ലാം തയ്യാറാക്കിക്കാണ്ട് കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടോ. അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം. എനിക്ക് ഫ്ലാസ്കിലേക്ക് വെള്ളമാക്കണം. കാരണം ഒരു ഫ്ലാസ്കിൽ വീട്ടിൽ ചായ ഉണ്ടാക്കി വെക്കും ഞാൻ വൈകുന്നേരത്തിന്. പിന്നെ അതുപോലെ ഒരു ഫ്ലാസ്കിൽ മോൾക്കുള്ള വെള്ളം ഉണ്ടാക്കി വെക്കും. ഒരു ഫ്ലാസ്ക് കൊണ്ടുപോകാനുള്ളത്, പിന്നെ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതുമാണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വേസ്റ്റ് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് വെക്കണം. പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഇതപ്പോൾ നമ്മൾ കവറിലാക്കിക്കാണ്ട് പുറത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ അവർ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അതിനുശേഷം മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നും ഞാൻ ചിലപ്പോൾ രാവിലെ ഇട്ടുകാണ്ട് പോലും വൈകുന്നേരം എടുത്തക്കൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് തുണിയൊക്കെ ഇട്ട് അതൊക്കെ വേഗം വാഷായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് തോരട്ടിക്കാണ്ട് ഞാൻ റൂമിൽ ചെയറിൽ ഇങ്ങനെ കൊടുന്ന് വെച്ചൊക്കെ തുണി. അപ്പോൾ അതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം മോളോണന്നിക്കാണ്ട് ഓൾക്ക് നേരത്തിനും കാലത്തിനും ഞാൻ കുറുക്കൊക്കെ കൊടുത്ത് ഓളെ കുളിപ്പിച്ച് റെഡിയാക്കി ഓളെ കെടുത്തി ഉറക്കിയിട്ടാ. അതിനുശേഷം പിന്നെ എനിക്കൊന്ന് കുളിച്ച് റെഡി ആവാനുണ്ട്. അങ്ങനെ ഞാനും കുളിച്ച് റെഡി ആയിട്ടോ. അപ്പോൾ റെഡി ആയിക്കാണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് നേരത്തെ പോകാൻ പറ്റിയില്ല ഗൈസ്. ഇന്നും ലേറ്റായി. കാരണം എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് ഓളെ കുറേ കാര്യങ്ങൾ ഞാൻ ഫോൺ എടുക്കാത്തതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നു, മൂഡ് പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വേഗം റെഡി ആയിക്കാണ്ട് താഴേക്ക് ഇറങ്ങിയിട്ടാ. അതിലൂടെ എന്നും ഞാൻ ഓളെ ഉറങ്ങിക്കിടക്കിക്കാരം ഞാൻ പോകുമ്പോൾ. പക്ഷേ ഓളെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഓളെ ഉണരും. ഓൾക്ക് എന്തോ ബേജാറാണ്, ഞാൻ പോയോ എന്നുള്ളൊരു ബേജാറാണ്. അപ്പോൾ ഓളെ ഉണരും. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ അതിലേറെ കോപ്രായം കാട്ടാൻ ഓളും വരും കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരത്തിന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്നറിയില്ല, നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ മോളെ കൊണ്ടാക്കിക്കാണ്ട് ഷംകാക്ക വരുമ്പോൾ മോൻ്റെ കൂടെ പോയിക്കാണ്ട് മോളെ കൊണ്ടാക്കാറാണ് പതിവ്. ഓളെ കൊണ്ടാക്കിക്കാണ്ട് നടന്നു പോകുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം നോമ്പ് തുറക്കാൻ അയച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞ ടൗണിൽ, അപ്പോൾ അവരെ കൂടെ പോകുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇന്ന് നോമ്പറക്കാൻ എന്താ അറിയോ, പൊറോട്ട വാങ്ങേണ്ടി വരുന്നു ഗൈസ്. ഒരു കോമ്പിനേഷനും അല്ലാത്ത ചെറുപയറും പൊറാട്ടയും തലേന്നത്തെ ചിക്കൻ കറിയും പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇട്ടാൽ. കാരണം ജ്യൂസ് ഒന്നുമില്ല, ഇന്നലത്തെ പെപ്സിൻ്റെ ബോട്ടിൽ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടേ ഇല്ല നോമ്പായിട്ട്. എൻ്റെ വീട്ടിൽ മൂപ്പര വീട്ടിലൊന്നും പോയിട്ടില്ല. പക്ഷേ മൂപ്പര വീട്ടിലേക്ക് പോവാൻ ഞങ്ങൾ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. കാരണം മൂപ്പർക്ക് വേറെ എവിടേക്കൊക്കെ എന്തൊക്കെയോ പോകാനുണ്ട്. അപ്പോൾ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ പോകാൻ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ അപശബ്ദങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കിളിയാളെ ശബ്ദമാണ്, ഒരു വഴിക്ക് നീങ്ങാൻ സമ്മതിക്കില്ല. രാത്രി ഇങ്ങനെ പോകുന്ന യാത്രയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഞാനിതൊക്കെ എപ്പോഴും എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്, രാത്രിയിൽ വണ്ടിയിലിങ്ങനെ പോവുക, ചെറിയ കാറ്റും ലൈറ്റും ഒക്കെ കണ്ട് രസമായിട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മോളമ്മക്ക് പോൽക്കും കൊടുത്തുകൊണ്ട് ഞാൻ എന്താ ഉണ്ടാക്കിയത് പോയി നോക്കി. അപ്പോൾ ഇറച്ചിപ്പത്തിരി ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇറച്ചിപ്പത്തിരി നിങ്ങൾ കഴിച്ചത്, അത് നമ്മൾ അരിമാവിൽ ഉണ്ടാക്കണം. നമ്മൾ പൊടിയണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചുകാണ്ട് പത്തിരി ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് ഫില്ല് ചെയ്യുന്ന കേട്ടോ മസാലയൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റായത്. നമ്മളെ മൈദമാവിൽ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളൊന്ന് മാറ്റിച്ചിക്കാണ്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി നിങ്ങൾ കേട്ടോ. ഞാനിതിൻ്റെ റെസിപ്പി ഒരു ദിവസം ഇടാം കേട്ടോ. ഇപ്പം എനിക്ക് സമയമല്ല, എന്നാലും ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിക്കാണ്ട് ഞാൻ മോൾക്ക് ഫ്ലാസ്കിലേക്കുള്ള വെള്ളം വെച്ചു.
അപ്പോഴാണ് ടേബിളിൽ ചിക്കൻ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് കണ്ടത് ചക്ക കണ്ടിട്ടാ, ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കേട്ടോ. എന്നും ഉമ്മ പറയും ചക്ക ഇട്ടിട്ടുണ്ട് കൊണ്ടുപോകാൻ വരുമോ. ഉമ്മാൻ്റെ ചക്ക പഴുത്ത് ചെയ്യാന്നല്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വരാൻ പറ്റാറില്ല. പക്ഷെ ചക്കൻ്റെ കോല ഇതാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് അലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കഴിക്കാൻ എനിക്ക് ഭയങ്കര പൂതിയായിരുന്നു. കാരണം ഇതൊക്കെ വീട്ടിൽ വന്നാലേ നോമ്പ് തുറക്കാൻ കിട്ടുള്ളൂ. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂല. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കാത്തത് കേട്ടോ. നമ്മൾ ഉള്ളതിനനുസരിച്ച് നോമ്പ് തുറക്കുക എന്നുള്ള ചിന്തയാണ്. പിന്നെ നോമ്പ് കഴിയുമ്പോഴേക്ക് ഒരു 2-3-4 കിലോനെങ്കിലും കുറയണ്ടേ. അപ്പോൾ പൊരിക്കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ അലീസി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ടും കൂടി ആക്കണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.